ഇടുക്കി വണ്ണപ്പുറം പഞ്ചായത്തിൽ അങ്കണവാടി ജീവനക്കാരിക്ക് നേരെ LDF സ്ഥാനാർത്ഥി അസഭ്യവർഷം നടത്തിയെന്നാണ് പരാതി. സംഭവത്തിൽ കാളിയാർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. കുട്ടികൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ലിജോ ജോസഫ് അങ്കണവാടിയിലെത്തി അസഭ്യം പറഞ്ഞത്. കുട്ടികൾ ഉണരുമെന്ന് നബീസ പറഞ്ഞെങ്കിലും അസഭ്യം പറയുന്നത് ലിജോ തുടർന്നു. മദ്യപിച്ചെത്തിയാണ് ബഹളമുണ്ടാക്കിയതെന്നാണ് ആരോപണം. ഇവിടെ വന്നിരുന്ന് ഞാൻ വർഗീയവാദിയാണ്, PDP-കാരിയാണ്, ലീഗുകാരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കി പിള്ളേരുടെ മുന്നിൽ വെച്ച് അനാവശ്യമൊക്കെ പറഞ്ഞത്. ആദ്യമൊന്നും ഞാൻ വീഡിയോ പിടിച്ചില്ലായിരുന്നു. ലാസ്റ്റ് ടൈം ഇവൻ തന്നെ എന്നെ നിർബന്ധിച്ച് പറഞ്ഞ് വീഡിയോ പിടിപ്പിച്ചതാണ്. സർക്കിളിന് ഇട്ട് കൊടുക്കുക, അവിടെ കൊടുക്കുക, ഇവിടെ കൊടുക്കുന്നു. അപ്പം നമുക്കൊരു തെളിവ് വേണമല്ലോ, അതിനുവേണ്ടി മാത്രം ഞാൻ അത്രയും ചെയ്തതാ. UDF പ്രവർത്തകയായ നബീസ് അനാവശ്യമായി പ്രകോപിപ്പിച്ചതിന് പിന്നാലെയാണ് അസഭ്യം പറഞ്ഞതെന്നാണ് ലിജോ ജോസഫിന്റെ വിശദീകരണം. പല സമയത്തും പുള്ളിക്കാരി പ്രകോപനപരമായി പെരുമാറുന്നു. ഞാൻ രാവിലെ മുതൽ ലക്ഷംബർഗിന് ഇറങ്ങുന്നതാണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞാണ് ഈ സംഭവം ഉണ്ടായത്. ഞാൻ പെട്ടെന്ന് പ്രകോപനായി. അത് എൻ്റെ ഭാഗത്ത് തെറ്റ് തന്നെയാണ്. ഒരു ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ ആ നിലയിൽ പ്രവർത്തിക്കരുതായിരുന്നു. അതിൽ ഞാൻ നിർവാജ്യം ഖേദം പ്രകടിപ്പിക്കുന്നു. എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ തെറ്റായ വാക്കുകൾ ഉണ്ടായതിൽ ആ സ്ത്രീയോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. നബീസയുടെ പരാതിയിൽ കേസെടുത്ത കാളിയാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.